ഹലോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് മോട്ടോ G86 പവർ എന്ന ഫോണാണ്. നമുക്ക് ബാറ്ററി ബാക്കപ്പും കുഴപ്പമില്ലാത്ത ക്യാമറയും വലിയ വിലയില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ചെറിയൊരു ഫോൺ. പക്ഷേ ബാക്ക് കേസും സ്ക്രീൻ ഗാർഡും ഈ ഫോണിന് വന്നിട്ടില്ല. ചാർജറും ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്, 13 വാട്ട്സിൻ്റെ, കുഴപ്പമില്ല. പിന്നെ 6780 mAh ബാറ്ററി ഉണ്ട്. അപ്പം 2 ദിവസം സുഖമായിട്ട് ഫോൺ ഓടിക്കാം. ഇപ്പം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. 50 MB സോണിയുടെ സെൻസറായിട്ടുള്ള ഡ്യുവൽ ക്യാമറയാണ് ബാക്ക് സൈഡിൽ. ഫ്രണ്ടിൽ 32 MB സെൽഫി ക്യാമറയുണ്ട്. ഫ്രണ്ടും ബാക്കും 4K റെക്കോർഡിങ് സപ്പോർട്ട് ചെയ്യുന്നു. ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. എനിക്കിതിനെപ്പറ്റി വലിയ ടെക് പരമായിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല ഡിസ്പ്ലേ, 1.5K റെസൊല്യൂഷനുള്ള. പിന്നെ പറയുന്നു കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടോയുടെ സ്പീഡ് കുറയും ഇങ്ങനെ. പക്ഷെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ അത് മോട്ടോ G84 ആണ്. അതിപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ നല്ല റഫ് യൂസാണ്. പക്ഷേ ഇതുവരെ ഹാങ് ആവുന്നോ സ്പീഡ് കുറവോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ സ്റ്റാർട്ടിങ് എനിക്ക് കോൾ വരുമ്പോൾ മ്യൂട്ടാവുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് നെക്സ്റ്റ് അപ്ഡേറ്റിൽ അത് ശരിയായി. ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. അതായത് റിങ് വന്ന് പിന്നെ സൈലൻ്റാണ്, പിന്നെ ഫോൺ റിങ് ആവുന്നില്ല, ആ ടൈപ്പ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ലെൻസിൽ ഫോഗ് കയറുന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ കോൾ റൂമിൽ -18 വർക്ക് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നമുള്ളത്. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ കുഴപ്പമൊന്നുമില്ല. മൈനസ് ടെമ്പറേച്ചറിൽ കയറുമ്പോൾ ഗ്ലാസ്സിൽ ഫോഗ് കയറും. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഫോണായിട്ട് തോന്നി. അത് കാരണം ഈ ഫോൺ മേടിച്ചു, മോട്ടോ G86 പവർ. ആരെങ്കിലും ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. 18,000 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ഓക്കെ, ബൈ.